ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മളിന്ന് ജി എസ് ടിക്ക് മുമ്പുണ്ടായിരുന്ന, അതായത് പ്രീ ജി എസ് ടി ടാക്സ് സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ അന്ന് ഒരുപാട് തരത്തിലുള്ള ടാക്സസ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ സി എസ് ടി, സർവീസ് ടാക്സ്, അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ടാക്സുകളായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സിസ്റ്റം, അന്നത്തെ സിസ്റ്റം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ അന്നത്തെ ടാക്സ് പേഴ്സിനുണ്ടായിരുന്നു. പിന്നീട് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ്ങിൽ വരുന്ന എക്സൈസ് ഡ്യൂട്ടി ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് കയറി വരികയും പിന്നീട് ഈ പ്രൊഡക്റ്റ് കോസ്റ്റിന്മേൽ വാറ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുമായിരുന്നു. ഇതിനെ അതായത് ടാക്സിന്മേൽ ടാക്സ് അടയ്ക്കേണ്ട ഒരു അവസ്ഥ, കാസ്കേഡിങ് എഫക്റ്റ് എന്നാണ് ഇതിനെ പറയുക. ഇത് വളരെ കോമൺ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കൂടാനും ടാക്സ് ബർഡൻ ഒരുപാട് കൂടാനും കാരണമായി തീരും. അതുപോലെ തന്നെ അന്നൊരു വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ടാക്സുകളും സ്റ്റേറ്റ് ടാക്സുകളും തമ്മിൽ ഇൻപുട്ട് ക്രെഡിറ്റ് ചെയ്യാൻ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ ടാക്സസ്, മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ, മൾട്ടിപ്പിൾ പ്രോസസ്സ്, അങ്ങനെ മൾട്ടിപ്പിൾ റിട്ടേൺസ്, അങ്ങനെ ഓരോ സ്റ്റേറ്റിലും പലതരത്തിലുള്ള ടാക്സുകളും റേറ്റുകളും സിസ്റ്റമായിരുന്നു ഓരോ സ്റ്റേറ്റിലുണ്ടായിരുന്നത്. ഓരോ വാറ്റും വ്യത്യാസമായിരുന്നു പല സ്റ്റേറ്റുകളിലും. അപ്പോൾ ഇതിനൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ജി എസ് ടി വന്നപ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായത്. എല്ലാ സ്റ്റേറ്റുകളിലും പ്രൊഡക്റ്റുകൾക്ക് സെയിം റേറ്റും അതുപോലെ തന്നെ സെയിം ടാക്സ് സിസ്റ്റം നിലവിൽ വന്നതോട് കൂടിയിട്ട് ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പം അതിലൂടെ സാധിച്ചു. അപ്പോൾ ജി എസ് ടി വന്നതിലൂടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാസ്കേഡിങ് എഫക്റ്റ് നമുക്ക് ഒഴിവായി. ടാക്സ് ബർഡൻ ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വന്നു, റിഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കോസ്റ്റും കുറയ്ക്കാൻ, അൾട്ടിമേറ്റ്ലി കസ്റ്റമർക്ക് വേണ്ട പ്രൊഡക്റ്റ് കോസ്റ്റും റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ നോക്കുകയാണെങ്കിൽ സി ജി എസ് ടി ആക്ടിൻ്റെ ഒരു റെപ്ലിക്ക തന്നെയാണ് എസ് ജി എസ് ടി ആക്റ്റായിട്ടും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനലിലായിട്ടുള്ള ക്യാപിടാക്സ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.